ഇടുക്കിയിൽ സൈനികനായ മകന്റെ പരാതിയിൽ അമ്മ അറസ്റ്റിലായി. മോഷണം അടക്കമുള്ള പരാതിയിലാണ് അമ്മ ബിൻസി ജോസ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ സുഹൃത്ത് അംബികയും അറസ്റ്റിലായിട്ടുണ്ട്. സ്വർണ്ണപ്പണയം വെച്ചതിലൂടെ ലഭിച്ച പണം ആഭിചാര ക്രിയകൾക്കാണ് ചെലവഴിച്ചത്. പ്രതികരണമെന്ന് കേൾക്കാം. മരുമകളുടെ 14 പവൻ സ്വർണവും മകളുടെ 10 പവൻ സ്വർണവും പ്രതി അവരുടെ അനുമതി കൂടാതെ അവർ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ നിന്ന് എടുത്ത് പണയം വെച്ചിട്ടുള്ളതായിട്ടാണ് അറിവായിട്ടുള്ളത്. അത് കൂടാതെ ഇവര് സമാനമായി സമീപവാസികളിൽ നിന്ന് ഒരുപാട് പണം പല സമയങ്ങളിലായി കൈപ്പറ്റുകയും അതുപോലെ തന്നെ പല ആളുകളുടെയും സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങി പണയം വെച്ചതായിട്ടും വെളിവായിട്ടുള്ളതാണ്. ഇത് പണം ഈ ആഭിചാര കർമ്മം പോലെയുള്ള എന്തോ കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇവര് അങ്ങനെ ഈ ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് ഇവര് പോകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ജെയിൻ ചേരുന്നുണ്ട്, വിശദാംശങ്ങൾ നൽകാം. ജെയിൻ, മകൻ നൽകിയ പരാതിയാണ്. പരാതിയിൽ എന്താണ് പറയുന്നത്? പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസ് എന്താണ്? പ്രജീഷ്, മകൻ സൈനികനായിട്ടുള്ള മകൻ അഭിജിത്താണ് അമ്മയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് തൻ്റെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന 14 പവൻ സ്വർണം, അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരിയുടെ കൈവശമുണ്ടായിരുന്ന 10 പവൻ സ്വർണം, ഈ സ്വർണം അനുമതി ഇല്ലാതെ ഇവർ എടുക്കുകയും ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് ഈ പണം സ്വന്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ ഈ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിലൊന്നും ഇത്തരത്തിൽ സ്വർണം എടുത്തതായി പറഞ്ഞില്ല. പിന്നീട് ഭർത്താവ് തന്നെ അല്പം ഭീഷണിപ്പെടുത്തി ചോദിച്ചപ്പോഴാണ് ഈ സ്വർണം എടുത്ത് പണയം വെച്ചു എന്ന് സമ്മതിച്ചത്. ഇതിനു പുറമെ സഹകരണ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ വ്യാപകമായി പണം ഇവർ മേടിച്ചിട്ടുണ്ട്. ഈ പണം മേടിച്ചതിന് ശേഷം മറ്റുള്ളവർ ഈ പണം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇതിനെ തുടർന്നാണ് വീട്ടുകാർ ഇത്തരത്തിൽ കടബാധ്യതയുള്ളതിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലും ഈ പണം എന്ത് ചെയ്തു എന്ന് പറയാൻ ബിൻസി തയ്യാറായില്ല. തുടർന്ന് ഇവർ വീട്ടിൽ നിന്ന് മാറുകയും സ്വന്തം മാതാവിന്റെ വീട്ടിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചും ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഇവരുടെ അമ്മയ്ക്ക് വെട്ടേൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇവർ ഒളിവിൽ പോയി. മൂവാറ്റുപുഴയ്ക്ക് സമീപം കദളിക്കാട് ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഇവർ ഒളിവിൽ താമസിച്ചിരുന്നത്. ഇന്നലെ ഇവർ വണ്ടിപ്പെരിയാറിൽ ഒരു ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ജയനാണ് വിവരങ്ങൾ നൽകിയത്. മകന്റെ പരാതിയിലാണ് അമ്മ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.